നിങ്ങളെ എല്ലാവരും ക്രിസ്മസൊക്കെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്തത് വന്നത് നമുക്ക് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ന്യൂ ഇയറിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നല്ല വട്ടയപ്പം ഉണ്ടാക്കുന്നത്. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ഞാനൊരു ട്രിക്കും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ട്രിക്കൊന്നുമല്ല, പക്ഷേ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരാനുള്ള ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ ക്രിസ്മസിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മിയാക്കിച്ചെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ സമയങ്ങളായി തന്നെ നമ്മുടെ വട്ടയപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മുടെ വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് സോണ മസൂർ റൈസാണ്. നിങ്ങൾ നാട്ടിലുള്ളവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസാൻ എന്ന് പറഞ്ഞൊരു അരി കിട്ടും. അത് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അരിയാണ്. അപ്പോൾ ആ അരി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കടയിൽ അരി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വാങ്ങാം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ മെഷീൻ കപ്പിലല്ല എടുത്തേക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിനാണ് അളവ് എടുത്തേക്കുന്നത്. ഇത് ഗ്രാമിൽ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ 500 ഗ്രാം അരിയുണ്ട് കേട്ടോ. ഈ അരി ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. പച്ചരിയാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. കുറേ നേരം അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിയുടെ ടേസ്റ്റൊക്കെയും വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നേരം വെളുക്കുമ്പോൾ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. അതിനൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അരി കുറേ നേരം വെള്ളത്തിൽ ഇടണ്ട, 2 മണിക്കൂർ ഇട്ടാൽ മതി. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 500 ഗ്രാം അരി എടുക്കുമ്പോൾ ഞാനിവിടെ നോക്കിക്കേ ഒരു തേങ്ങയുടെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ പിടിക്കണക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കണക്കൊന്ന് നോക്കാം. കാരണം നിങ്ങളിപ്പോൾ ഫ്രോസൺ തേങ്ങ വാങ്ങണവരുണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഗ്രാം പറയാം. എൻ്റെ അടുത്ത് ചെറിയൊരു സ്കെയിലുണ്ട്, നോക്കട്ടെ കേട്ടോ. ഞാൻ പിടിക്കണക്ക് ഇടുന്നത് നോക്കിക്കോട്ടെ. ഇതേപോലെ കയ്യിൽ ഫുള്ളായിട്ട് ഒരു പിടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാം നോക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇപ്പോൾ 105 ഗ്രാം ആയിട്ടുണ്ട്. പിന്നെ ഒരു പിടിയുടെ പകുതിയും കൂടിയിട്ട്. അപ്പോൾ ടോട്ടൽ ഇത് 125 ഗ്രാം തേങ്ങയുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊരു ഏകദേശം അളവ് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഗ്രാമിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120, പിടി കണക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഫുള്ളായിട്ട് എടുത്തിട്ട് 2.5 പിടി. തേങ്ങയായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ 3/4 ഭാഗം. ചെറിയ തേങ്ങയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള തേങ്ങ എടുക്കുക. അത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കുറച്ച് വലിയ തേങ്ങയായിരുന്നു. നമ്മുടെ അരിയും കഴിഞ്ഞു, തേങ്ങയും കഴിഞ്ഞു. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് അവലാണ് വേണ്ടത്. അവൽ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അവലെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കുക. അവലായിരുന്നാലും കുറേ നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കേണ്ട. അവലായിരുന്നാലും ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഓൾറെഡി കുതിർത്തി വെച്ചിട്ടുണ്ട്. ടേബിൾ സ്പൂണിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക. ഇതേപോലെ 4 ടേബിൾ സ്പൂൺ അവലായിട്ട് എടുത്തത്. ഇത് ഞാനിവിടെ വെള്ളാവലാണ് എടുത്തേക്കുന്നത്. വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളാവലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ നമ്മുടെ അവലിന് നല്ലൊരു കളർ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ വെള്ളാവലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്രൗൺ കളർ അവലായിരുന്നാലും കുഴപ്പമില്ല. ആ കളറിൽ ചിലപ്പോൾ ആ വട്ടയപ്പത്തിന് ചെറിയൊരു വ്യത്യാസം വരും മാത്രം. അപ്പോൾ ഞാനിവിടെ ഡബിൾ ഫോഴ്സിൻ്റെ അവലാട്ട് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് അവലായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ കവർ കാണിച്ചു തന്നെ. ഇത് ഈസ്റ്റും വേണം, പഞ്ചസാരയും വേണം. ഈ വട്ടയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് പഞ്ചസാര ചേർക്കുക. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും വേണം, ഏലക്കായ പൊടിച്ചതും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മുടെ വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ഫസ്റ്റ് അരയ്ക്കാം. ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അരി അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആവശ്യമില്ല കേട്ടോ. ഈ പച്ചരി അരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരി അരഞ്ഞു കിട്ടില്ല.
അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് അരച്ചിട്ട് എടുക്കട്ടെ. ഇപ്പോൾ തേങ്ങയൊന്നും ചേർക്കണ്ട, കാരണം ഇതിൽ നിന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ അരച്ചെടുത്തേക്കണേന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുറുക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ നമുക്ക് ഇതിലേക്ക്. ഇതിലേക്ക് ഇതാ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഈ ഗ്ലാസ്സിലാട്ടോ ഞാൻ അരിയുടെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ ഓണാക്കട്ടെ. ഞാൻ നോക്കിക്കേ, ഇതിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത്, പക്ഷേ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേപോലെ ആകുമ്പോൾ തീ ഓഫ് ചെയ്തോട്ടോ, അല്ലെങ്കിൽ ഇനി ഒരു 2 സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് വരും. അത്രയ്ക്കാണ്ട് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇത് അപ്പോൾ നമ്മുടെ അരി കുറുക്കിയെടുത്തത് ഇതാ ഇവിടെ ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും കൂടിയിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. ഈ ബാക്കിയുള്ള അരി കൂടിയിട്ട് അരച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ തേങ്ങയും അവലും കൂടിയിട്ട് ചേർക്കണം. വെള്ളം ചേർക്കണ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, കാരണം പച്ചരിക്ക് പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ, റിപ്പീറ്റ് വരണമെന്ന് പറയണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരി അരഞ്ഞു കിട്ടില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. കുറച്ച് അരിയും കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ അവലും കൂടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നമുക്ക് അരയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അരയ്ക്കാം. ഇതിപ്പോൾ നോക്കിയേ, ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സിയിൽ നിന്ന് മാറ്റണ്ട, ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. ഇത്രയ്ക്ക് വെള്ളം പോലെ നമുക്ക് ആവശ്യമില്ല, ഇതിലും കുറച്ചുകൂടി തിക്കായിട്ട് വരണം. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കുറച്ച് അരിയും കൂടി അരയ്ക്കാനുണ്ട്, അതും കൂടിയിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളം കാര്യം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് പകർത്തണ്ട, അതിനകത്ത് തന്നെ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി ഇതാ നമ്മൾ കുറുക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ ഒരു ഇളം ചൂടുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ചൂടോട് കൂടിയിട്ട് ചേർക്കാണ്ടിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇതാ നോക്കിക്കേ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വട്ടയപ്പത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവുമെന്ന്. പഞ്ചസാര നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ചേർക്കും. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് കുറച്ച് അരിയും പിന്നെ കുറച്ച് അവലും കൂടി അരയ്ക്കാനുണ്ട്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ അരയ്ക്കണമെന്നില്ല കേട്ടോ, എല്ലാവരും കൂടിയിട്ട് നമുക്ക് അരച്ചിട്ട് കിട്ടണം. അപ്പോൾ വെള്ളം എങ്ങാനും ആദ്യത്തെ ട്രിപ്പിൽ കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പിന്നെ അതിലേക്ക് തന്നെ സാധനങ്ങൾ ചേർത്തിട്ട് പിന്നെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക അതെങ്ങനെയുണ്ടെന്ന് നോക്കുക പരുവം. ഇതാ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമത്തെ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസി കുറച്ചും കൂടി വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എങ്ങാനും വെള്ളം കൂടുതൽ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് മാറ്റാം, വേറെ പാത്രത്തിലേക്ക് പകർത്താം. ഇത് കുഴപ്പമില്ല, അതിപ്പോൾ അധികം വെള്ളം കൂടുതലൊന്നുമില്ല, എന്നാലും ഒരു പൊട്ടിക്ക് വെള്ളം കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള അരി നമ്മുടെ അവലും കൂടിയിട്ട് ചേർത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ അവലും കൂടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ അവലിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല, കാരണം ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാൻ മാറ്റാണ്. ഈസ്റ്റ് ചിലർ പറയാറുണ്ട് ഈസ്റ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് അത് പൊന്തി വരില്ല എന്ന്. പക്ഷേ ഈസ്റ്റ് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഞാനിവിടെ ചേർക്കുന്നത് ഇതാന്ന് നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതാ അപ്പോൾ ഇതും കൂടിയിട്ട് അരച്ചിട്ടെടുക്കാം. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടിയിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അരക്കണേൽ നിങ്ങൾ ഇത് ചേർത്താൽ മതി, എന്ത് നമ്മുടെ ഈസ്റ്റ് ചേർത്തിട്ട് അരച്ചാൽ മതി. അരിയൊക്കെ ആദ്യത്തെ ട്രിപ്പിലൊക്കെ കുറച്ച് കൂടുതൽ അരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ നമ്മുടെ അവലൊക്കെ ചേർത്തിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെ ചേർത്തിട്ട് ഈസ്റ്റ് അരച്ചാൽ മതി. അങ്ങനെ അരച്ചാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ അരച്ചെടുത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. സാധാരണ ഇതേപോലെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പുളിച്ച് ഒന്ന് പൊന്തി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാവ് ഓൾറെഡി ചെറുതായിട്ട് പുളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഈ മാവ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇരിക്കണ നോക്കിക്കേ ഒരുപാട് വെള്ളം പോലെയല്ല ഇരിക്കണത്, കാരണം ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കും. ഇപ്പോൾ നമ്മൾ അത്രയ്ക്കുള്ള പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം പോലെയാവും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇതേപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഭയങ്കര വെള്ളം പോലെ അരച്ചിട്ടെടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. മാവ് അരച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം പോലെ നമ്മൾ അരച്ചിട്ടെടുക്കരുത്. ഇനി ഇതിലേക്ക് വട്ടയപ്പത്തിലേക്കുള്ള പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല.
പഞ്ചസാര എപ്പോഴാണ് ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ പൊന്തി വരണ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെയാണ് നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഭയങ്കര വലിയ തരിയുള്ള പഞ്ചസാരയുള്ളൂ. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് കിട്ടുന്നത്. അപ്പം നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് ഒന്നുകൂടി ഒന്ന് താഴത്തേക്ക് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാവ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ള മാവ് രണ്ടാമതും പൊന്തി വരും. അങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള പഞ്ചസാര മുഴുവനും ചേർക്കണ്ട, ഞാൻ ആ ചേർത്തേക്കണത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് ഒരു വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക, തുറന്ന് വയ്ക്കണ്ട. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് മധുരം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഞ്ചസാര ചേർക്കണ്ട, ഒന്നും കൂടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ള അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനുള്ള മാവ് ഒന്നും കൂടി ഒന്ന് പൊന്തി വരും. അത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വട്ടയപ്പൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി മധുരം വേണമല്ലോ. അപ്പോൾ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ മധുരമുള്ളൂ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ പഞ്ചസാര ചേർക്കാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് അളവ് പറയണില്ല, നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തോ. ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കുറച്ചും കൂടി മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്കായും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഏലക്കായയുടെ നല്ലൊരു ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തോ. അത് നമ്മളിങ്ങനെ ഇളക്കുമ്പോഴായിരുന്നാലും മാവ് അങ്ങനെ ഒരുപാട് അങ്ങനെ താഴത്തേക്കൊന്നും ഇരുന്ന് പോവില്ല. പിന്നെ അങ്ങനെ ഇളക്കുമ്പോഴായിരുന്നാലും നോക്കിക്കുക, ഇതേപോലെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഇതിനകത്ത് പഞ്ചസാരയും നമ്മുടെ ഏലക്കായൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പൊന്തി വരട്ടെ. ഈ പഞ്ചസാര ചേർത്തേക്കണത് കൊണ്ട് തന്നെ ഒന്നും കൂടി നന്നായിട്ട് മാവ് ഒന്നും കൂടിയും പൊന്തി വരും. അപ്പം ഞാൻ 1 മണിക്കൂർ ഒന്നും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ട് 1 മണിക്കൂർ ഇങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ മാവ് ഒന്ന് താഴത്തേക്ക് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ആ പഴയതുപോലെ തന്നെ നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സമയത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട്. അതാ നോക്കിക്കേ, ഇപ്പം നമ്മുടെ മാവ് ഒന്നും കൂടി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നമ്മൾ മാവ് ഇട്ടിട്ട് സ്പൂൺ ഇട്ടിട്ട് ഈ മാവ് ഫുള്ളായിട്ട് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പഞ്ചസാര എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി മാവിന് നമ്മൾ ഒരുപാടിട്ട് ഇളക്കിയിട്ട് മാവിനൊരു ടെൻഷനൊന്നും കൊടുക്കണ്ട. ഇതിൽ നിന്ന് നമ്മൾ കോരി നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് തൂത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വട്ടയപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അവല് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്, നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും അവല് ചേർക്കാണ്ട് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. അവല് ചേർക്കാണ്ടും ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും സെയിം ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കുക. അങ്ങനെ എടുത്താലും വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പക്ഷേ അവല് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പഞ്ഞി പോലെ കിട്ടും. അപ്പോൾ അവലില്ലെങ്കിൽ അവല് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി. അപ്പോൾ ഈ നമ്മുടെ വട്ടയപ്പത്തിലേക്ക് മാവ് ഒഴിക്കട്ടെ. മാവ് ഇനി ഞാൻ മാവ് അനക്കണമൊന്നുമില്ല. മുകളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒഴിക്കാം. കണ്ട മാവ് നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ മാവ് എടുക്കുക, കോരി ഒഴിക്കുക. ഇനി മാവ് രണ്ടാമത് ഇളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ മുകളിൽ നിന്ന് അങ്ങോട്ട് കോരി ഒഴിക്കുക. അപ്പോൾ നല്ല പതഞ്ഞ മാവായിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വട്ടയപ്പമൊക്കെ ആയിരുന്നാലും ഒരുപാട് ഭയങ്കര കനത്തിൽ ഉണ്ടാക്കണതിനേക്കാളും നല്ലത് കുറച്ച് കനം കുറഞ്ഞിട്ടുള്ള വട്ടയപ്പമായിരിക്കും നല്ലത്. ഇത്രയ്ക്ക് മാവ് ഒഴിക്കണുള്ളൂ. ഇത് നമ്മൾ
ആവിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യം വെച്ചിരുന്ന അപ്പം ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ശരിക്കും വേവണം കേട്ടോ. വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നാണെങ്കിൽ ഒരു ഈർക്കിളി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കില്ല, അതേപോലെ നോക്കാം. നമ്മുടെ വട്ടയപ്പം നോക്കിക്കേ, ഭയങ്കര പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സ്പോഞ്ച് പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. ഭയങ്കര വേണ്ട, ഇതേപോലെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുക. അത് അങ്ങനെ ഇളക്കരുത്. ആ മുകളിൽ അങ്ങനെ പതഞ്ഞ് വരുന്നത് എടുത്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആ സ്പൂണ് നമ്മൾ അതിനകത്ത് ഇട്ട് വെക്കുകയും ചെയ്യരുത്. പിന്നെ മാവ് എപ്പോഴും മൂടി വെക്കുകയും ചെയ്യുക. അതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ. കണ്ടേ എത്ര സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് നോക്കിക്കേ. അത്ര കനം കുറഞ്ഞിട്ട് അത്ര സോഫ്റ്റായിട്ട് ഇരിക്കുന്ന അപ്പമാണ്. അല്ലേ, അത്രയ്ക്ക് നല്ല സോഫ്റ്റായി മാത്രമേ നമുക്ക് ഇത് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ സോഫ്റ്റ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകും. വേണ്ട, അത്രയ്ക്ക് നല്ല സൂപ്പർ അപ്പാട്ടെ. ഇത് നമ്മുടെ അവസാനത്തെ വട്ടയപ്പമാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം മാവ് നോക്കി അവസാനം വരെ ഇതേപോലെ ഇങ്ങനെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. മാവ് ഇളക്കരുത്, സ്പൂണ് ഇതിനകത്ത് ഇട്ട് വെക്കരുത്. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് ഇതേപോലത്തെ 8 വട്ടയപ്പം കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത്. 500 ഗ്രാം അരി എടുത്തിട്ട്. ഇത് ഒരുപാട് വലിയ വട്ടയപ്പം അല്ല, നോക്കിക്കേ, ഇതാ ഇത്രയ്ക്കുള്ള വട്ടയപ്പം. നമ്മുടെ വട്ടയപ്പം ഞാൻ ഇരിക്കാൻ നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഇതിനിപ്പോൾ വട്ടയപ്പത്തിൻ്റെ ഒരു മധുരമൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വട്ടയപ്പത്തിന് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇതിനിപ്പോൾ വളരെ മധുരം കുറവാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. എന്ത് സോഫ്റ്റായിട്ട് ഇരിക്കാമെന്നറിയോ. ഇതിപ്പോൾ നന്നായിട്ട് ഇരുന്നിട്ട് ചൂടാറിയുണ്ട്. ചൂടാറി കഴിഞ്ഞാലും ഇത് ഇതേപോലെ തന്നെ ഇരിക്കും, ഒട്ടും ഹാർഡായിട്ട് വരില്ല. ഇതാണ് നമ്മുടെ വട്ടയപ്പം. നോക്കിക്കേ, എന്ത് പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം നോക്കിക്കേ. ഇതിലും നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്.